മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ വീഡിയോ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ലോക്ഭവൻ. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ ആണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വീഡിയോ ആവശ്യപ്പെട്ട സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പ്രസംഗത്തിലെ അതൃപ്തിയാണ് ഗവർണർ പരസ്യമാക്കുന്നത്. നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ വീഡിയോ ആണ് ലോക്ഭവൻ എന്തായാലും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആന്റണി ജസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, മറ്റൊരു പോരിലേക്ക് ഒരുങ്ങുകയാണോ ഗവർണർ? കഴിഞ്ഞ ദിവസം അതായത് നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ, അതായത് നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഗവർണർ മടങ്ങി, അതിനുശേഷമാണ് മുഖ്യമന്ത്രി സഭയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ഇങ്ങനെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ 3 ഭാഗങ്ങളിൽ ഗവർണർ മാറ്റം വരുത്തി, അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കലുകൾ നടത്തി, ചിലത് ഒഴിവാക്കി എന്നുള്ള ഒരു കാര്യം മുഖ്യമന്ത്രി സഭയിൽ ഉന്നയിച്ചത്. അത് കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങളായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങളിൽ വലിയ വിമർശനം മുഖ്യമന്ത്രി ഉയർത്തുകയും അത് സ്പീക്കർ അത് ശരിവെക്കുകയും ഈ ഭാഗങ്ങൾ അത് കീഴ്വഴക്കത്തിന് തെറ്റാണ്, അത് ഈ ഭാഗങ്ങൾ ഉൾക്കൊള്ളിക്കുമെന്ന് സ്പീക്കറും പറഞ്ഞിരുന്നു. ഏതായാലും അതിലാണ് ഇപ്പോൾ ഈ രാജ്ഭവൻ ഈ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ വീഡിയോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി അന്ന് എന്താണ് സഭയിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയുടെ വീഡിയോ ആണിപ്പോൾ ലോക് ഭവൻ ചോദിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ചൊരു കത്ത് ഇപ്പോൾ ലോക് ഭവൻ സ്പീക്കർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ ഈ നയപ്രഖ്യാപന പ്രസംഗം മന്ത്രിസഭ അംഗീകരിച്ച് ഗവർണർക്ക് നൽകിയ ഘട്ടത്തിൽ ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെന്നുള്ള ആവശ്യം ലോക് ഭവൻ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് മന്ത്രിസഭ അംഗീകരിച്ചിരുന്നില്ല, സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. അത് തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുകയായിരുന്നു. പക്ഷേ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ ഗവർണർ എത്തിയ ഘട്ടത്തിൽ ഗവർണർ ഈ കേന്ദ്രത്തിനെതിരായ വിമർശനം ആദ്യത്തെ ഭാഗത്ത് വായിച്ചെങ്കിലും പിന്നീട് ഈ ചില ഭാഗങ്ങളിലുള്ള വിമർശനങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കി. അതുപോലെ തന്നെ ചില കൂട്ടിച്ചേർക്കലിൽ കരുതുന്നു എന്നതടക്കമുള്ള വാക്കുകളും ചേർക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് അസാധാരണമായൊരു നീക്കം അന്ന് സഭയിലുണ്ടായത്. മുഖ്യമന്ത്രി ഈ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞതിന് പിന്നാലെ ഇങ്ങനെ ഗവർണർ ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും ചിലതിൽ ഒഴിവാക്കലുകൾ നടത്തിയത് എന്നുള്ള കാര്യം പറയുകയും ചെയ്തത്. ഏതായാലും ആ ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ ഗവർണർ ലോക് ഭവൻ സ്പീക്കറോട് ചോദിച്ചിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. ആന്റണി ജസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.